ഈ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നമുക്ക് ഒന്നിച്ചിറങ്ങുകയല്ലേ എന്നാ ചോദിച്ചത്. കേട്ടില്ല നിങ്ങൾ? മറന്നുമില്ലല്ലോ. അതായത് വീണ വിജയനെ കഴിഞ്ഞ തവണ, അതായത് ഈ 2 ആഴ്ച മുമ്പ് ഇഡിക്കാര് ചോദ്യം ചെയ്യാൻ വന്നപ്പം, റെയ്ഡ് ചെയ്യാൻ വന്നപ്പം പിണറായി പറഞ്ഞതാണ് സഖാക്കളോട്, നമുക്ക് ഒന്നിച്ചിറങ്ങുകയല്ലേ. എന്തിന്? ഇയാളെ മോള് ഇയാള് പറഞ്ഞിട്ട്, അതാണ് രസം, ഇയാള് പറഞ്ഞിട്ട് ഇമ്മാതിരി തട്ടിപ്പ് നടത്തിയിട്ട് ഇടി പിടിക്കാൻ വന്നപ്പോ മൂപ്പര് പറയാറുള്ളൂ നമുക്ക് ഒന്നിച്ചിറങ്ങല്ലേ. എന്തിനാണ് ഒന്നിച്ചിറങ്ങുന്നത്? ഏതായാലും ഡിഫിക്കാർ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. നമുക്ക് ഒന്നിച്ചിറങ്ങല്ലേ. എന്തിന്? നമുക്ക് ഈ കാഫർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ജിതിൻ ദാമോദറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടായി. അല്ല സോറി, ജിതിൻ ദാമോദർ അല്ല, ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടായി. നമുക്ക് ഒന്നിച്ചിറങ്ങിയല്ലേ. ശരിക്കും ഡിവൈഎഫ്ഐക്കാരെ, ഏതായാലും ഡിവൈഎഫ്ഐക്കാർ ഒരു കാര്യത്തിൽ സമ്മതിച്ചിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവര് ഇടിക്കട്ട മറ്റേ ചുടുകെട്ടുണ്ടല്ലോ ഇഷ്ടിക, അതേപോലെ ഇഷ്ടികയുമായി ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു. സോറി, ഇ ഡി ഓഫീസിലേക്കല്ല, പോലീസ് ഓഫീസിലേക്ക്. കാരണം ഞങ്ങളുടെ പ്രിയങ്കരനായ ഈ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തല്ലോ. ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ അകത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. നാട്ടിൽ കൂട്ടുകുഴപ്പം ഉണ്ടാക്കാൻ, നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ, നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഞങ്ങളൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? അതേ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പ്രചരിപ്പിച്ചു. റിമേഷ് രാമകൃഷ്ണൻ പ്രചരിപ്പിച്ചു. അത് കെ കെ ലതിക MLA ഉൾപ്പെടെയുള്ള സഖാത്തികളൊക്കെ പ്രചരിപ്പിച്ചു. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ഇവരുടെയൊക്കെ ലക്ഷ്യം നാട്ടിൽ കലാപം ഉണ്ടാക്കുക. ആ കലാപം ഉണ്ടാക്കി കെട്ടിയിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക. എന്നിട്ട് മുസ്ലിം വോട്ടുകൾ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അകറ്റുക, ഹിന്ദു വോട്ടുകളൊക്കെ സമാഹരിക്കുക, ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തുക. അവസാനം എന്താ സംഭവിച്ചത്? ടീച്ചറമ്മ 8 നിലയിൽ പൊട്ടിയല്ലേ. 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വൻ വിജയമായിരുന്നു വടകരയിൽ. ഇതാ പറഞ്ഞത്, നിങ്ങൾ വെക്കുന്ന വെടികളൊക്കെ നിങ്ങളെ ആസനത്തിൽ തന്നെയാ കൊള്ളു കേട്ടോ. നിങ്ങൾ വെക്കുന്ന ഓരോ വെടികളും നിങ്ങളുടെ ആസനത്തിൽ ഇങ്ങനെ കൊണ്ട് അവസാനം അപ്പിടാനാവാത്ത അവസ്ഥയായില്ലേ. ഇനി അതിന്റെ രസകരമായ കാര്യങ്ങൾ ഇതിന് ശേഷം വരുന്നു. തിരുവള്ളൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. രമേശ് ചെന്നിത്തലയുടെ പോലീസ് ജനാധിപത്യ വിരുദ്ധം. എന്താ കാരണം? ഞങ്ങൾ തെമ്മാടികളൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുകയാണ്. ഞങ്ങൾ തോന്നിയാസം കളിച്ചാൽ നമുക്ക് തോന്നിയാസം കളിക്കട്ടെ. ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഎഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അടിക്കും, ചവിട്ടും, കുത്തും, തെറി വിളിക്കും. തന്തയില്ലാ നേരത്ത് എന്താ പറയാ, അമ്മക്കുണ്ടായ പട്ടികളെ അങ്ങനെയൊക്കെയല്ലേ വിളിക്കുക അല്ലെ? ചിന്താ ജെറോമാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ്. മറ്റേ മുദ്രാവാക്യം വിളിച്ചു പോയതാണ് മറ്റേ ചിന്താ ജെറോ. സോറി, ഈ ഇഡി റെയ്ഡ് ചെയ്തുമ്പോ ഭരണസ്വാധീനം ഉപയോഗിച്ച് കൃത്യമായ ഗൂഢാലോചനയാണ് സംഘടനയ്ക്കും പ്രവർത്തകർക്കും എതിരെ നടന്നത്. അതായത് ഒരു 2.5 വർഷം അനങ്ങാതിരുന്ന കേസ് അന്വേഷിച്ച് തെളിവ് സഹിതം പിടിച്ച അകത്തിട്ടപ്പോഴാണ് ഡിവൈഎഫ്ഐക്കാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടാണ്. നേരത്തെ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ നേതാവായ റിബേഷാണ് പ്രതി എന്നായിരുന്നു പ്രചാരണം. റിബേഷാണ് പ്രതി ആരാ പറഞ്ഞത്? അവരുടെ പോലീസ് തന്നെയാ പറഞ്ഞത്, പിണറായിന്റെ പോലീസാ പറഞ്ഞത്. ഒരു തെളിവും ലഭിക്കാതെ അന്വേഷണം വഴിമുട്ടി. ഒരു തെളിവും ലഭിച്ചില്ല. ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. ഇയാൾ അപ്ലോഡ് ചെയ്തൊക്കെ മനസ്സിലാക്കി. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പുതിയ അറസ്റ്റ് നാടകം. സമൂഹ മാധ്യമ പോസ്റ്റുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും സന്ദേശങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിൽ നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നിരന്തരം ചോദ്യം ചെയ്യുന്നു. ആരുടെ തലയടിച്ച് പൊട്ടിച്ചില്ലല്ലോ അല്ലേ? നിങ്ങളെ ചോദ്യം ചെയ്യുന്നല്ലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പോലീസ് ചെയ്ത പോലെ, നിങ്ങളെ ഗുണ്ടകൾ ചെയ്ത പോലെ, നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ച പോലെ ഡിവൈഎഫ്ഐക്കാരുടെ തലമണ്ടി ഒന്നും അടിച്ച് പൊട്ടിക്കുന്നില്ലല്ലോ അല്ലെ? ചോദ്യം ചെയ്യല്ലേ, തമ്മാടി കൂട്ടത്തെ ചോദ്യം ചെയ്യല്ലേ. ഇത് അംഗീകരിക്കാനാവില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഡിവൈഎഫ്ഐയെയും ജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള കള്ളക്കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എടോ, ജനമധ്യത്തിൽ നിങ്ങൾ ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ നിങ്ങളുടെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ടേ നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയാണ് ആൾക്കാർ. എന്നിട്ട് പറയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഡിവൈഎഫ്ഐയെയും ജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള കള്ളക്കഥകളാണ്. നിരപരാധികളായ യുവജന പ്രവർത്തകരെ കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പോലീസ് പിന്മാറണം. അവസാന കരച്ചിലാണ്, പോലീസേ പിന്മാറൂ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ തെമ്മാടിക്കൂട്ടത്തെ തുടരരുതേ എന്ന് പറയാണ്. ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ഈ അന്യായമായ വേട്ടയാടലും പീഡനങ്ങളും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഈ യഥാർത്ഥ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ അവരൊക്കെ ഇങ്ങനെ തൊല്ലി പൊളിഞ്ഞ്
ഇമാതിരി ഒരു സംഘടനയിലാണല്ലോ ഞങ്ങൾ. തുരുതുരെ ഡിവൈഎഫ്ഐയിൽ നിന്ന് യഥാർത്ഥ മനുഷ്യ സ്നേഹികളായ ആത്മാഭിമാനമുള്ള യുവാക്കൾ ഡിവൈഎഫ്ഐയോട് വിട പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ട ഇമാതിരി തെമ്മാടി സംഘടന, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഎഫ്ഐയിൽ നിന്ന് അംഗങ്ങൾ ആ പാർട്ടി ഉപേക്ഷിച്ച് പോകുകയാണ്, ആ സംഘടന ഉപേക്ഷിച്ച് പോകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കേട്ടോ. ഏറ്റവും പുതിയ വിവരം. കേരളത്തിൽ നിന്ന് CPM എന്ന് പറയുന്ന ഈ അധമ സംഘടന, ഈ പിണറായിയുടെ ഭക്തജന സംഘം, അടിമ സംഘം ഇല്ലാതാകുന്നതോടെ അവരുടെ പോഷക സംഘടനകളായ ഡിഫിയും SFIയും ഒക്കെ ഇല്ലാതാവും. അതിൻ്റെ അകത്ത് വിവരമുള്ള ചെറുപ്പക്കാരും വിവരമുള്ള കുട്ടികളും ഒക്കെ എങ്ങനെങ്കിലും രക്ഷപ്പെടും. ഇനിയും ഈ തമ്മാടിക്കൂട്ടത്തിനൊപ്പം നിൽക്കില്ല ഞങ്ങൾ. നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ അപകടമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വൈര ജീവിതത്തിന് അപകടമാണ്. ഇവർക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. മുഖ്യമന്ത്രിയുടെ മോളെ രക്ഷിക്കാൻ പോയിട്ടേ അവസാനം ഉണ്ടതെന്നുണ്ടല്ലോ 29 എണ്ണം. ഇതാ 300 എണ്ണത്തിലെ കേസും. ഇതൊക്കെ ഈ SFIക്കാരും DYFIക്കാരൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇഷ്ടിയായിട്ട് പോകാഞ്ഞത്. അതുകൊണ്ടാണ് ഈ കേസ് നിർത്തിയില്ലെങ്കിൽ ഇവർ ഇഷ്ടിയായിട്ട് പോവുകയായിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ഇഷ്ടിയെ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. പണ്ട് നമുക്കറിയുന്നില്ലേ, ഈ പോലീസിനെതിരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കക്ഷികളല്ലേ, പോലീസിനെതിരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കക്ഷികള്, പോലീസിന്റെ ജീപ്പ് കയറിങ്ങാണ്ട് ഈ പറയുന്ന പ്രതിയെ രക്ഷപ്പെടുത്തിയ നേതാക്കന്മാര്, അങ്ങനെയൊക്കെയുള്ള നാടല്ല നമ്മുടേത്. ഏതായാലും നിങ്ങളുടെ ഒരു വമ്പത്തരവും നിങ്ങളുടെ ഒരു ഇമാതിരിയുള്ള ഒരു കളി നടക്കില്ല കേട്ടോ, നടക്കില്ല. കാരണം കാലം മാറി, ഇരുണ്ട യുഗം മാറി, പുതുയുഗത്തിലേക്ക് കേരളം ഇങ്ങനെ അടിവെച്ച് പ്രവേശിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് പൂട്ടും, എല്ലാറ്റിനെയും പൂട്ടിട്ടോ, ഒരു സംശയം വേണ്ട. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു DYFI നേതാവ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. എനിക്ക് ഓർമ്മ വരുന്നത് A റഹീം നേരത്തെ ഷാഫി പറമ്പിലെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ വിഷം എന്നായിരുന്നു, പൊളിറ്റിക്കൽ പോയ്സൺ. യഥാർത്ഥത്തിൽ ആരാണ് കേരള രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ പോയ്സൺ, ആരാണ് രാഷ്ട്രീയ വിഷം കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരത്തിലേക്കാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ ഈ അറസ്റ്റ് കൂടി തെളിയിക്കുന്നത്. നമുക്കൊക്കെ അറിയാലോ, കേരളത്തിലെ മതേതര ജനതയെ മൊത്തം ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. അതായത് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ എന്ത് നാണം കെട്ട രീതിയും അവലംബിക്കാമെന്ന് CPM-കാർ പ്രായോഗികമായി തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതര നേതാവ് ഏറ്റവും വലിയ വർഗീയവാദിയാണ്. വർഗീയവാദികൾക്ക് വോട്ട് കൊടുക്കരുത്, ടീച്ചറമ്മ എന്ന് പറയുന്നത് മതേതരവാദിയാണ്, അപ്പോൾ ടീച്ചറമ്മക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കിയ ഒരു ഗൂഢപദ്ധതി. 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. ടീച്ചറമ്മ കാഫിറാണ്, വോട്ട് കൊടുക്കരുത് എന്ന രീതിയിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് തയ്യാറാക്കിയത് എന്ന് വരുത്തി തീർത്ത ഒരു സ്ക്രീൻഷോട്ട് അവസാനം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇപ്പം മനസ്സിലായതാരാണ് അത് DYFI നേതാവ് തന്നെയാണ് അത് സൃഷ്ടിച്ചത് എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായി അപ്ലോഡ് ചെയ്തത്, ആദ്യമായി ഇത് വാട്സപ്പിൽ പ്രചരിപ്പിച്ചത് ഒരു UDF നേതാവാണ്. ആ UDF നേതാവിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ LDF ഭരണകാലത്ത് റിവേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു DYFI നേതാവിൽ ചെന്ന് മുട്ടി നിന്നതാണ്. റിവേഷിനോട് ചോദിച്ചു ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടി. റിവേഷാണ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഏറ്റവും ആദ്യം അങ്ങനെയാണ്, അതാണ് ശരി, ഏറ്റവും ആദ്യമായിട്ട് ഈ സ്ക്രീൻഷോട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച ആൾ എന്ന് കഴിഞ്ഞ LDF സർക്കാരിന്റെ പോലീസിന് ബോധ്യമായപ്പോൾ റിവേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFI നേതാവിനോട് ചോദിച്ചാൽ മതിയായിരുന്നു ഇത് എവിടുന്ന് കിട്ടി. ചോദിച്ചില്ല. ഇയാള് വാട്സപ്പിൽ ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് അയാൾ ഉണ്ടാക്കിയതായിരിക്കണം, അതല്ലെങ്കിൽ അയാൾക്ക് മറ്റെവിടെ നിന്ന് കിട്ടിയതായിരിക്കണം. അയാളോട് ചോദിച്ചില്ല. കാരണം ആ ഒരു അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഇതിന്റെ പിന്നിൽ കളിച്ചത് മുഴുവൻ CPM-കാരാണ്, DYFI-കാരാണ്. പക്ഷെ ഇതാരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്നുള്ളതിലേക്ക് വരുമ്പോഴാണ് ഉന്നത നേതാക്കൾക്ക് വരെ ഇതിൽ ബന്ധമുണ്ട് എന്ന് തെളിയുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേസ് അവസാനിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഈ റിവേഷ് രാമകൃഷ്ണനെ മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ അയാളെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നോ ഇതെവിടുന്ന് കിട്ടിയെന്ന്. ചെയ്തില്ല. അവസാനം ഇതാ കഴിഞ്ഞ 3 വർഷം അല്ലേ, കഴിഞ്ഞ 2.5-3 വർഷം പിണറായി വിജയൻ സർക്കാർ
അവർക്ക് നേരെയാണ് ആ കേസിലെ ഓരോ തെളിവുമെന്ന് മനസ്സിലാക്കിയപ്പോ അമർത്തിവെച്ച കേസ് കേവലം 2 ആഴ്ച കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പോലീസ് അതിന് തുമ്പുണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റിവേഷ് രാമകൃഷ്ണൻ ഇത് കിട്ടിയത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിൽ നിന്നാണ്. പിടിച്ചോ വടകര സ്ക്വാഡിന്റെ എന്താ പറയാ അഡ്മിനെ, അത് വേറൊരു നേതാവ്, ഡിവൈഎഫ്ഐ നേതാവ്, അയാളെയാണ് ഇപ്പതാ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ അയാളാണ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ അയാൾ പറയണം ആരാണ് നിർമ്മിച്ചത് ഈ സ്ക്രീൻഷോട്ട് എന്നുള്ളത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടിത്തവും അല്ലേ, എന്ത് തെമ്മാടിത്തവും ചെയ്തുകൊണ്ട് എതിരാളികളെ പരാജയപ്പെടുത്തുക. രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല, രാഷ്ട്രീയം പറഞ്ഞ് പരാജയപ്പെടാൻ പറ്റില്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. ഇടതുപക്ഷത്തിന് എന്ത് രാഷ്ട്രീയമാണ്? ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഇല്ല. അത് വളരെ നേരത്തെ തന്നെ സെക്രട്ടറി അപ്പം ഗോവിന്ദൻ പറഞ്ഞതാണ്. ഇവിടെ ഈ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കില്ല, ഇവിടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ പിന്നെ ഈ കാരണഭൂതത്തിന്റെ ആസനം കഴുകി അതാണ് അല്ലേ ഇവിടുത്തെ ഓരോ CPM-കാരനെയും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അപ്പിടുമ്പോൾ പോയി കണ്ട് ആസനം കഴുകി കൊടുക്കുക, വീണ വിജയൻ അപ്പിടുമ്പോൾ പോയി കണ്ട് ആസനം കഴുകി കൊടുക്കുക, മരുമോൻ അപ്പിടുമ്പോൾ പോയി കണ്ട് ആസനം കഴുകി കൊടുക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഓരോരുത്തരുടെയും പങ്ക്. അതില് കുറച്ചാൾക്കാരൊക്കെ ഇപ്പൊ പതുക്കെ മാറുകയാണ്. ഞാൻ അതിലേക്ക് വരാം. ആദ്യം ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കഥ മലയാള മനോരമ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കാഫിർ കേസ്, ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായത് CPM തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. LDF സർക്കാരിന്റെ കാലത്ത് പ്രതിയെ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് 3 ആഴ്ച കൊണ്ട് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. 2.5 വർഷം നീണ്ട കേസിലെ ആദ്യ അറസ്റ്റാണിത്. ഇതാ പറയുന്നത്. അതായത് കേരളത്തില് ആ ഇരുണ്ട കാലം പോകുകയാണ്. അക്രമികൾ അഴിഞ്ഞാടിയ, തെമ്മാടിക്കൂട്ടം അഴിഞ്ഞാടിയ പിണറായി വിജയന്റെ ഭരണകാലം, അതിൽ നിന്ന് ഒരു പുതിയ വെളിച്ചം, പുതുയുഗത്തിലേക്ക് കാലം മാറുകയാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്, ആദ്യ തെളിവല്ല, മറ്റൊരു തെളിവാണ് ഈ സംഭവത്തിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്തത് എന്നുള്ളത്. സ്ക്രീൻഷോട്ട് വിവിധ ഗ്രൂപ്പുകളിലേക്ക് ആദ്യം പ്രചരിപ്പിച്ചത് ജിതിൻ ഭാസ്കർ ആണെന്ന് സ്ഥിരീകരിച്ചു. അതേസമയം സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് എവിടെയാണെന്നും ആരാണെന്നും കണ്ടെത്താനുണ്ട്. ഇതേക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അതാണ് പ്രധാനം. ഇതിന്റെ ഇടയിൽ ഈ ഡിവൈഎഫ്ഐക്കാർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പോലീസ് പീഡിപ്പിക്കുന്നു, ഞങ്ങൾ പോലീസ് പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലമണ്ട ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച് പൊട്ടിച്ചപ്പോ ഗൺമേനെ പറഞ്ഞയച്ചിട്ട് ആ 2 യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചപ്പോ മിണ്ടാതിരുന്ന ഡിവൈഎഫ്ഐക്കാരെ ഇപ്പൊ പറയണം ഞങ്ങളെ പീഡിപ്പിക്കാണ്, പോലീസ് പീഡിപ്പിക്കാണ് വരുന്നത്. എന്താ പീഡിപ്പിക്കുന്ന അറിയോ? സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരുടെ അഴിഞ്ഞാട്ട കഥ പിടിക്കപ്പെടുമ്പോ ഇവരിപ്പോ ഒരു ഇരകളുടെ പരിവേഷം കെട്ടുകയാണ്. ഞങ്ങളെ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ തൊടാൻ പറ്റില്ല, ഞങ്ങളെല്ലാ തോന്നിയാസും ചെയ്യും, ഞങ്ങളെല്ലാ തെമ്മാടിത്തവും ചെയ്യും, പക്ഷെ ഞങ്ങളെ തൊടരുതോ. കാരണഭൂതത്തിന്റെ കാലം കഴിഞ്ഞിടോ. കാരണഭൂതത്തിന്റെ ഈ പറയുന്ന മാരണയുഗം അവസാനിച്ചു. മനസ്സിലാക്ക്. ഇന്നത്തെ ദേശാഭിമാനിയിൽ ആ വാർത്ത കൊടുത്തത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ 1-ാം പേജിലൊന്നും ഉണ്ടാവില്ല. 1-ാം പേജിലില്ല. പിന്നെ എവിടെയാണ്? 2-ാം പേജിലുണ്ട്. 2-ാം പേജിൽ ആ വാർത്ത കൊടുത്തത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അറസ്റ്റ്. അങ്ങനെയാണ്, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ അറസ്റ്റ് കാര്യമില്ല എന്നാ പറയുന്നത്. UDF അധികാരത്തിലെത്തിയതോടെ പുനരന്വേഷണം ആരംഭിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന തിരുവള്ളൂർ തുരുത്തി സ്വദേശി പുത്തൻപുരയിൽ ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ DYSP T മനോഹരനാണ് അറസ്റ്റ് ചെയ്തത്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമാണ് അറസ്റ്റ് എന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി T ഫറാഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജിതിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. നിർമ്മിച്ച സ്ക്രീൻഷോട്ട് ജിതിൻ ഭാസ്കർ പങ്കുവെച്ചുവെങ്കിലും ഉറവിടം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും ആശ്വസിക്കുകയാണ്. ഉറവിടം കണ്ടെത്തിയിട്ടില്ലല്ലോ. ഉറവിടം കണ്ടെത്തും ഉറവിടം. എന്താ സംശയമുണ്ടോ? ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്ക്
UDF അധികാരത്തിലെത്തിയ ഉടൻ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതും തുടർന്നുള്ള രാഷ്ട്രീയ പ്രേരിതാണത്രേ. ഉളുപ്പുണ്ടോ ഇത്? രാഷ്ട്രീയ പ്രേരിത. ഇവരോടൊക്കെ മറുപടി പറയാൻ നിന്നാലേ, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായാണ് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇവർ പറയുന്നൊരു കള്ള മനസ്സിലായില്ല നിങ്ങൾക്ക്? അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് എതിരായിട്ടാണ് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ആരാ പ്രചരിപ്പിച്ചത് മുഴുവൻ ഇവരുടെ റെഡ് എൻകൗണ്ടേഴ്സ്, അങ്ങനെ അമ്മാതിരി പേരുള്ള ഈ നേരത്തെ പറഞ്ഞ റിവേഴ്സ് രാമകൃഷ്ണന്റെ, ഇപ്പോഴും അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിന്റെ ഇമ്മാതിരി സഖാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത് പ്രചരിപ്പിച്ചത്. എന്നിട്ട് ഇപ്പം പറയാണ് ഇത് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് KK ശൈലജയ്ക്ക് എതിരായിട്ട് കാഫർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്ന്. ആരിപ്പരോ എന്താ പറയേണ്ടത്? എങ്ങനെയാ പറയേണ്ടത്? ഒരു രൂപമില്ല. ഏറ്റവും ഈ കഴിഞ്ഞ ദിവസം PK ശ്രീമതി, ഇവരുടെ വലിയ നേതാവാണല്ലോ PK ശ്രീമതി ഈ സൗജന്യ യാത്ര, പ്രിയദർശിനി ബസ്സുകളിലെ സൗജന്യ യാത്രയെ കുറിച്ച് പത്രക്കാരോട് പറയാണ്ടോ, ഇത് വലിയ മോശമായിപ്പോയി. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം 9 മണി മുതൽ ഈ സൗജന്യം കൊടുത്താൽ എങ്ങനെ ശരിയാവുക? 9 മണി മുതലേ സൗജന്യമുള്ളൂ. അങ്ങനെയൊന്നും പോരാ. ഒരു 6 മണി മുതൽ ഈ സൗജന്യം വേണം. വൈകുന്നേരം ഒരു 6 മണി വരെ തന്നെയും വേണം. ഇതൊന്നും ഇവർക്ക് അറിയില്ലേ? അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, അല്ല 9 മണി മുതൽ ആണ് ആരാ പറഞ്ഞത്? അല്ല 9 മണിക്കല്ലേ? 9 മണിക്കല്ലേ തുടങ്ങിയത്? ഇന്നൊക്കെ 9 മണിക്കാണല്ലോ തുടങ്ങിയത്. എന്റെ PK ശ്രീമതി ടീച്ചറെ, ഇന്ന് ഉദ്ഘാടനമാണ്. ഇന്ന് 9 മണിക്ക് ശേഷമാണ് ഉദ്ഘാടനം. അപ്പൊ ഇന്ന് 9 മണിക്ക് ശേഷം ഈ സൗജന്യം നിലവിൽ വരുന്നു. ഇനി അങ്ങോട്ട് 24 മണിക്കൂറും സൗജന്യമാണെന്നേ. നിങ്ങൾ 6 മണിക്കോ പൊലച്ചക്കോ രാത്രിയോ അർദ്ധരാത്രിയോ എപ്പോച്ചാ പോകാം. ഓഹോ, അങ്ങനെയാണോ? ഈ അമ്മക്ക് ഇത്ര എനിക്കുണ്ടല്ലോ എന്താ പറയേണ്ടത്? ഈ ശ്രീമതിക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിട്ട് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ പ്രിയദർശിനി ബസ്സുകളിൽ, ഈ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് യമന്റെ വിചാരം 9 മണിക്ക് ശേഷമേ ഉള്ളൂ എന്നാണ്. 9 മണിക്ക് ശേഷം കയറിയാൽ മാത്രമേ സൗജന്യ യാത്ര ഉണ്ടാവുള്ളൂ എന്നാണ് യമന്റെ വിചാരം. എന്നിട്ട് അത് ഇങ്ങനെ ഉളുപ്പില്ലാതെ പറയാണ്. ഇത് 9 മണിക്ക് ഉദ്ഘാടനമാണ് എന്നും അന്നത്തെ ദിവസം 9 മണിക്ക് ശേഷമാണ് ഈ സൗജന്യം വരുന്നത്. ബസ്സിലൊക്കെ അങ്ങനെ 9 മണിക്ക് ശേഷം കയറിയാൽ മാത്രമേ സൗജന്യം കിട്ടുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? അങ്ങോട്ട് ഉണ്ടാക്കി വിടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിനെ കുറ്റപ്പെടുത്തണം. അവസാനം ഇളിഞ്ഞ് കാരണം സഖാക്കന്മാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളിയുക അല്ലേ? ചമ്മി നാറ് എന്നൊക്കെ പറയല്ലേ? ചമ്മി നാറല്ല വരും. കാരണം ഇവർക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം. അതാണ് ഓഹോ അങ്ങനെയാണോ? അവസാനം ശ്രീമതി ടീച്ചർ പറയാണ്, അപ്പൊ 9 മണിക്ക് മുമ്പോട്ടല്ലേ ആദ്യമായി 10 രൂപ. ഇവിടെയാണ് ഇമാതിരി സഖാക്കൾ എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് പദം ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇമാതിരി അന്തം കമ്മികള് ഇവരാകെ ദേശാഭിമാനി വായിക്കുള്ളൂ, ആകെ കൈരളിയെ കാണുള്ളൂ, ആകെ റിപ്പോർട്ടറെ കാണുള്ളൂ. ഇതിലൊന്നും ഇതിന്റെ വിശദാംശങ്ങളില്ല. അപ്പൊ വിചാരിച്ച് 9 മണിക്ക് ശേഷമേ ഉള്ളൂ ഈ സൗജന്യം, അതിന്റെ മുന്നിലില്ലാന്ന് എന്ന് പറഞ്ഞ ഇത്ര വിവരമില്ല ലോകത്ത്. ഇങ്ങനെ വിവരമില്ലാത്ത ഒരു വർഗം ഉണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ അന്തം കമ്മികളാണ് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ 3-ാം പേജിൽ കണ്ണായ സ്ഥലത്തുള്ള വാർത്ത. UDF പോലീസ് മാധ്യമവേട്ടക്കെതിരെ പ്രതിഷേധിക്കുക. മാധ്യമവേട്ടക്കെതിരെ എന്നല്ല, UDF പോലീസ് മാധ്യമങ്ങൾ ഇവര് നടത്തുന്ന വേട്ടക്കെതിരെ പ്രതിഷേധിക്കുക. ആരാ പറഞ്ഞറിയോ? DYFI. ആരാണ്? ഡിഫിക്കാർ പറയാണ്. പോലീസ് വേട്ട, UDF വേട്ട, മാധ്യമവേട്ട. എന്റെ വാർത്ത ബഹുരസമാണേ. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിന്റെ മറവിൽ UDF പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ഒത്താശയോടെ നടക്കുന്ന വേട്ടക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അപ്പൊ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ പൊന്നോമനയായ ഈ കാഫിർ സ്ക്രീൻഷോട്ട് അത് പ്രചരിപ്പിച്ച ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത് കിരാതമായ നടപടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതായാലും ഇവരുടെ മൂത്താപ്പ ഉണ്ടല്ലോ, പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയനല്ലോ ആ തിരുവാതിര പാട്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു പോയതാണ്. ഇന്നീ പാർട്ടി ലോകമെങ്ങും അല്ലെ? അങ്ങനെ ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും എന്തായി?
ഇത്ര നെറിയട്ട പാർട്ടിയാണ്, തെമ്മാടി പാർട്ടിയാണ് എന്ന് ലോകമെങ്ങും അറിയിപ്പിച്ച പിണറായി വിജയന്റെ ഈ പറയുന്ന ഈ ഈ ഈ എന്താ പറയാ വാനരപ്പട എന്നൊക്കെ പറയാം. വാനരന്മാർ എനിക്കെതിരെ കേസ് കൊടുക്കേ, ഇവരൊക്കെ വാനരപ്പട എന്നൊക്കെ പറയാം, അങ്ങനൊന്നും പറയുന്നില്ല. ഈ തെമ്മാടിക്കൂട്ടം, അതാണ് ശരി, ഈ തെമ്മാടിക്കൂട്ടം പറയുകയാണ്